കണ്ടന്റ് ക്രിയേറ്റർമാരും അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആൾക്കാരിൽ മാനസിക പ്രശ്നങ്ങൾ കൂടുന്നു എന്നാണ് പുതിയ പഠനം. അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, സോഷ്യൽ ഇൻഫ്ലുവൻസർ. അപ്പോൾ ഞാൻ അതിന് കമൻറ്റ് വായിച്ചു ഈ ഒരു പോസ്റ്റിന്. അപ്പോൾ അധികം അതിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും സോഷ്യൽ ഇൻഫ്ലുവൻസർ പറയുന്നത് ശരിയാണ്. ഞാനും ഇപ്പോൾ ആ ഒരു പ്രശ്നത്തിലാണ്. ഭയങ്കരമായിട്ട് ഡിപ്രഷൻ വരുന്നുണ്ട്. മാനസിക പ്രശ്നത്തിൽ എന്ത് ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, കണ്ടന്റ് പുതിയത് റീച്ച് ആവുന്നില്ലെങ്കിലുള്ള പ്രശ്നം, ലൈക്ക് കമൻറ്റ് വരുന്നില്ല, പിന്നെ ഇതിൻ്റെ പിറകെ ഇങ്ങനെ പോവാ വരുമാനം വരുന്നില്ലെങ്കിൽ ടെൻഷൻ. അതാണ് ഡിപ്രഷൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചാൽ അത് ഞാനല്ല പറയേണ്ടത്, നിങ്ങളാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാക്കുകൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലാണ് ഒരു ഇൻഫ്ലുവൻസർ ആവുക. അത് നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല. അപ്പം ഞാൻ ഇൻഫ്ലുവൻസർ ഞാൻ സ്വയം അവകാശപ്പെടുന്നില്ല. പക്ഷെ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ കണ്ടന്റ് ഒരുപാട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, കൂടുതൽ 80% കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ മാനസിക പ്രശ്നം വരുന്നോന്ന് ചോദിച്ചാൽ വരുന്നുണ്ട് ശരിക്കും. നമുക്ക് പുതിയ കണ്ടന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ ആൾക്കാരിലേക്ക് മറ്റുള്ള ആർക്ക് കൊള്ളാത്ത രീതിയിൽ എങ്ങനെ അത് പ്രസന്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ പണിയുണ്ട്. അത് പറയും പോലെയല്ല, കണ്ടന്റ് എഡിറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, ബ്ലോഗ്, അതെല്ലാം പൈസ വരുമാനം വരുന്ന ആൾക്കാർക്കൊക്കെ അതിന്റെ പണിയുണ്ട്. പക്ഷെ ഡിപ്രഷൻ, അല്ലാന്റെ തൗഫീഖ് കൊണ്ട് ഈ ഡിപ്രഷന് വരുന്ന സംഭവം അത് എനിക്ക് ഇതുവരെ എന്തായി തലന്റെ മുകളിൽ എത്തിയിട്ടില്ല. ഇതിന് സൈഡിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഡിപ്രഷൻ അതായത് അത് വെറും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു അസുഖമല്ല. അത് ഈ റീൽസ് നോക്കുന്ന ആൾക്കാർക്ക്, ബിസിനസ്സിൽ തകർച്ച വരുന്ന ആൾക്കാർക്ക്, സാലറി കുറഞ്ഞ ആൾക്കാർക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈ മാനസിക പ്രശ്നം, അതായത് ഡിപ്രഷൻ വരുന്നത്. യഥാർത്ഥ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. എല്ലാവർക്കും ഡിപ്രഷൻ ഉണ്ട്. യഥാർത്ഥ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ എന്താണെന്ന്. അതായത് പഠിച്ച തമ്പുരാന്ന് പറഞ്ഞ ആ ഒരു ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ കുറേ സോഷ്യലിൽ വന്നിട്ട് കുറേ തള്ളുന്ന കുറേ മോട്ടിവേഷൻ എല്ലാം അടച്ചു വെക്കുക. അള്ളാഹുവിന്റെ കലാം ഖുർആൻ, അതാണ് യഥാർത്ഥ മോട്ടി. അത് പറഞ്ഞതേ സത്യം. അതിലെന്താ പറഞ്ഞ അതായത് അള്ളാഹുവിന്റെ സ്മരണയെ വിട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവർക്ക് ഞാൻ ഇടുങ്ങിയ ജീവിതം, ഡിപ്രസ്ഡ് ആയ ലൈഫായിരിക്കും ഞാൻ കൊടുക്കുക. ഇനി എത്ര പൈസ വരുമാനമുണ്ട്, എത്ര കോടിക്കണക്കിന് ബിസിനസ് ഉണ്ട്, അള്ളാഹുവിന്റെ സ്മരണയില്ലേ, കറക്റ്റായിട്ട് അവന്റെ നിസ്കാരം, അതായത് റൂഹ്, അതായത് നമ്മളെ ആ പിടയുന്ന ഒരു റൂഹ് ഉണ്ട് നമ്മളെ ശരീരം. ഞാനെന്ന് പറയുന്നത് ഈ എൻ്റെ ശരീരമല്ല, എൻ്റെ അകത്തൊരു റൂഹ്, ആത്മാവ്. അതിലേക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കൊടുക്കുന്ന ഒരു ഡിപ്രഷൻ. നീ കണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസറാ, ബിസിനസ് തകർന്ന, കച്ചവടം ഇല്ല, ഒന്നായാലും നിന്നെ ഒരു കുരുക്കം ഉണ്ടാവില്ല. നിന്റെ റൂഹിന് നീ കറക്റ്റ് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് കൊടുക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ ഓർക്കാതെയാണോ നിന്റെ ഈ പറക്കം പാച്ചില്, നിന്റെ ബിസിനസിന്റെ പിറകെയുള്ള പോക്ക്, നിന്റെ ഫുൾ ടൈമുള്ള ഈ കണ്ടന്റ് ഇൻഫ്ലുവൻസ്, നീ അങ്ങനെ ആണെങ്കിൽ എന്തായി, നിനക്ക് ഡിപ്രഷൻ വരും ഉറപ്പായിട്ട്. 100% അല്ല തരുന്നത്, ഞാനാണ് തരുന്ന ഡിപ്രഷൻ. നിന്റെ ഇടുങ്ങിയത് നിനക്ക് എന്തുണ്ടെങ്കിലും ഒരു സമാധാനം ഇല്ല. എത്ര പൈസ ഉണ്ട് സമാധാനം ഇല്ല. എത്ര കണ്ടന്റ്, മില്യൺ ഫോളോവർ ഉണ്ട്, മില്യൺ പൈസ വരുന്നുണ്ട്, മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്, എങ്കിൽ സമാധാനം ഉള്ളതില്ല. അൽഹംദുലില്ലാഹ് എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ഞാൻ എന്ത് ബിസി ആയാലും അൽഹംദുലില്ലാഹ് ആസ് എ മുസ്ലിം ഐ ആം പ്രൗഡ്. ഞാൻ ഇതുപോലുള്ള ഒരു മതത്തിൽ ജീവിക്കാൻ പറ്റുന്നത് ഞാൻ നന്ദി അള്ളാഹുവിന് അതിന് പ്രത്യേകമായി സുജൂദ് ചെയ്യാണ്. കാരണം 5 വക്ത് കൃത്യമായ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, സുബഹി നിസ്കരിക്കുമ്പോൾ ജമാഅത്ത് കിട്ടുന്നൊരു സമാധാനം, അത് കഴിഞ്ഞ് ഖുർആൻ ഓതുന്നത്, ഞാനത് എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട്, അത് ഒരു ദിവസം വിട്ടു പോയാൽ ഖുർആൻ ഓതുന്നത്, സുബഹിക്ക് ശേഷമുള്ള ഖുർആൻ, അത് ഒരു ദിവസം വിട്ടാൽ എനിക്ക് ഡിപ്രഷനാണ്. ഒരു നിസ്കാരം കളായാലും എനിക്ക് ഡിപ്രഷനാണ്. ഞാൻ ഈ കണ്ടന്റ് ക്രിയേറ്റ് സമയത്ത് ബാങ്ക് കൊടുക്കും, പള്ളിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിപ്രഷനാണ്. അതുപോലെ തന്നെ നിസ്കാരം എനിക്ക് ജമാഅത്ത് ഒന്ന് തെറ്റിയാൽ എനിക്ക് ഡിപ്രഷനാണ്. ഖുർആൻ ഒരു ദിവസം ഓതില്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനാണ്. എനിക്ക് കണ്ടന്റ് റീച്ച് ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എൻ്റെ പണി പോയാലും ഒരു കുഴപ്പമില്ല. അതെല്ലാം പഠിച്ചും ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അള്ളാഹു പറഞ്ഞതുപോലെ ഡിപ്രഷൻ ഇല്ലാത്തൊരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം തരാനും എനിക്ക് കണ്ടന്റ് ഇല്ലാതെ ജീവിക്കാനും അള്ളാഹു തൗഫീഖ് തരും. അപ്പോൾ ഏറ്റവും നല്ലവെന്ന് നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ പണിയെടുക്കട്ടെ, പക്ഷേ ആ സമയം, ആ 5 വക്ത് കൃത്യമായ സമയം പള്ളിയിലേക്ക് പോവാൻ, ജമാഅത്തിന് പോകാൻ സമയം കണ്ടെത്തി നോക്കുക. അതുപോലെ തന്നെ ഖുർആൻ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കാര ശേഷം ഓതാ. പ്രത്യേകിച്ച് എൻ്റെ അനുഭവം കൊണ്ട് പറയാം, ഓതാ. അതുപോലെ കൂടുതൽ ദിക്ർ ചൊല്ലുക, കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് ഈ റീൽസിലൊക്കെ ദീനിപരമായ കാര്യങ്ങൾ കൂടുതൽ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നോക്കുക. എന്തൊരു ഭൂമി കുലുങ്ങിയ ഇറാൻ്റെ മിസൈൽ വീണാലും നിങ്ങൾക്ക് ഒരു ഡിപ്രഷനും വേണ്ട. ഞാനൊരു മീറ്റിംഗ് ഉണ്ടായി, കമ്പനി ഓൺലൈൻ മീറ്റിംഗ്, ഈ പാനിക് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡിപ്രഷൻ്റെ ക്ലാസ്സാണ് വന്നത് ഓൺലൈൻ. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ വിചാരിച്ചു. കാരണം ഡിപ്രഷൻ ഇതുവരെ എനിക്ക് ഇല്ല, മാനസിക പ്രശ്നം വരുന്നില്ല. കാരണം അൽഹംദുലില്ലാ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചോൻ പറഞ്ഞ വഴിയിലൂടെ പോകുന്നതുകൊണ്ട് ഡിപ്രഷൻ എന്നൊരു സംഭവം വരുന്നില്ല. എങ്കിലും നോക്കാം എന്ത് പറയുന്നതായിട്ട് കയറിയപ്പോൾ. അതിലും ആദ്യം ഒരു 3-4 സ്റ്റെപ്പ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ ഡെയിലി റുട്ടീൻ, നിങ്ങളെ മതപരമായ കാര്യങ്ങൾ, പ്രാർത്ഥന ഒക്കെ ചെയ്യുക. അതുപോലെ വേറെ കുറെ എന്തെല്ലാം ക്ലാസ് എടുത്തു, യോഗ, അങ്ങനെ ഇങ്ങനെ മനസ്സമാതൊക്കെ. പക്ഷെ അതിനേക്കാൾ ആദ്യം പറഞ്ഞ ഒരു സ്റ്റെപ്പ്, അത് മാത്രമാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തത്. അതായത് നിങ്ങളുടെ ദൈവത്തിൻ്റെ, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ, അതിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ബാക്കിയുള്ള കാര്യം ചെയ്തില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ
ഒരു മാനസിക പ്രശ്നം വരില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇനി അവന് എന്ത് പരീക്ഷണം വന്നാലും എന്ത് ചെയ്യും, അവനത് അള്ളാഹുവിൻ്റെ ടെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കും, സബ്ർ ചെയ്യും, പ്രാർത്ഥിക്കും, ദുആ ചെയ്യും, നിസ്കരിക്കും. അത് പിന്നെ അങ്ങനെ അവന് മനസ്സമാധാനം ഉണ്ടാവും. അതുപോലെ കൂടുതൽ സന്തോഷം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും, കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. എന്താ, അള്ളാഹിനെ മറന്നു പോകില്ല, ശുക്ർ ചെയ്തിട്ട് അതിന് ഇത്. അതാണ് ഒരു വിശ്വാസി. അപ്പം അങ്ങനത്തെ ഒരു വിശ്വാസി നമ്മളാവണം. ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല, എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാ അമുസ്ലിങ്ങൾക്കും ഞാൻ എൻ്റെ ഇസ്ലാമിനെ കുറിച്ച് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാണ്. ഡിപ്രഷൻ അത് വരുന്നത് നമ്മളുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കാത്ത സമയത്താണ്. അത് നിങ്ങൾ ഏത് ഫീൽഡിലാണ്, അത് വെറും ഇൻഫ്ലുവൻസർ ഇതിൽ ഒതുങ്ങേണ്ടതല്ല, റീൽസ് നോക്കുന്നവരായാലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തവരായാലും എത്ര പൈസ ഉള്ളവരായാലും നിങ്ങൾ ആ റൂഹിന് കൊടുക്കേണ്ട ആ ഒരു 5 വക്ത് കൃത്യമായ നിസ്കാരവും ഖുർആനും ദിക്റും അള്ളാഹുവിനെ ഓർക്കാതെ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ ഡിപ്രഷൻ 100% നിങ്ങൾക്ക് വരും. ഇനി ഒരുപാട് വരാൻ ബാക്കിയുണ്ട്. സാമ്പത്തിക തകരാറിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഡിപ്രഷനായി, ടെൻഷൻ വർക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അള്ളാഹ് പറഞ്ഞത് തന്നെയാണ്, ക്ഷമയിലൂടെ, പ്രാർത്ഥനയുടെ ദുആയിൽ അള്ളാഹുവിലേക്ക് അടുക്കുക. ഈ സമയത്ത് റബ്ബിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നന്നാവില്ല. അപ്പോൾ പരീക്ഷണത്തിൻ്റെ ഈ ഒരു സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കുക ഇൻഷാ അല്ലാഹ്.